ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും മുതിർന്ന സാഹിത്യ നിരൂപകരിൽ ഒരാളായ MK സാനു മാസ്റ്റർ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നു. സാനു മാസ്റ്റർ, MTയെ അടയാളപ്പെടുത്തുമ്പോൾ MT ജീവിച്ച കേരളത്തെ കൂടിയാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. പക്ഷേ ഒരു ആധുനികതയുടെ എഴുത്തുകാരൻ എന്ന നിലയിൽ MT വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ കേരളം എങ്ങനെയാണ് MT കൃതികളിൽ രേഖപ്പെടുത്തപ്പെട്ടത്? ഏത് എഴുത്തുകാരനെയും ആളുകൾ കാണുന്നത് അയാൾ സ്വന്തമായ ഒരു ലോകം സാഹിത്യത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ കഥകൾ, നോവലുകൾ, തിരക്കഥകൾ എല്ലാം എഴുതിയിട്ടുണ്ട്. അവിടെയെല്ലാം MT വാസുദേവൻ നായർ വ്യത്യസ്തനാണ്. അതിനാണ് നാം വ്യക്തിത്വം എന്ന് പറയുന്നത്. സാഹിത്യ വ്യക്തിത്വം മലയാളത്തിൽ ഇതുപോലെ പ്രചാരമാക്കിയ ഒരു വ്യക്തി MTയുടെ തലമുറയിൽ വേറെ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ഭാഷ തന്നെ, ഭാഷയുടെ കാര്യം എടുത്താൽ തന്നെയും പുതിയ ശൈലി, പുതിയ സെൻസിബിലിറ്റിക്ക് അടിസ്ഥാനമായ പുതിയ ശൈലി MT വാസുദേവൻ നായരാണ്. ധാരാളം സെൻറ്റിമെൻ്റൽ എന്ന് വേണമെങ്കിൽ പറയാം, സെൻറ്റിമെൻ്റലായ ശൈലി അവതരിപ്പിച്ചത്. പക്ഷെ അത് അതിമനോഹരമാണ്, പലപ്പോഴും രോമാഞ്ചം ജനിപ്പിക്കുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലി, ആ എഴുത്തിൻ്റെ ശൈലി മുമ്പ് പലവട്ടം പലരും പറഞ്ഞിട്ടുള്ളതുപോലെ മൗനത്തിൻ്റെ ധാരാളിത്തവും വാക്കുകളുടെ പിശുക്കുമാണ്. അത് അദ്ദേഹത്തിൻ്റെതായ സവിശേഷമായ ശൈലിയാണോ മലയാളത്തിൽ? അതല്ല മറ്റാരെങ്കിലും അത് മുമ്പ് പിന്തുടർന്നിട്ടുണ്ടോ? ഏതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പിശുക്കും മൗനത്തിൻ്റെ ധാരാളിത്തവും? ധാരാളിത്തം അദ്ദേഹത്തിൽ വാക്കുകളിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. വാക്കുകളുടെ പിശുക്കിനെ കുറിച്ചാണ് ശൈലിയുണ്ട്, മിതമായ ശൈലിയാണ്. വാക്കുകളുടെ പിശുക്ക്, അതുപോലെ മൗനത്തിൻ്റെ ധാരാളം. വാക്കിൻ്റെ പിശുക്ക് നല്ലതാണ്, നല്ലപോലെ പിശുക്കി ഒട്ടും തന്നെ അധിക പദം ഉപയോഗിക്കാതെ ഉചിതമായ പദം ഉചിതമായ സന്ദർഭത്തിൽ ഉചിതമായി പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് MT വാസുദേവൻ നായർ. അതാണ് ഔചിത്യമാണ് കാവ്യത്തിൻ്റെ ജീവൻ എന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ ഔചിത്യം MTയുടെ എല്ലാ കഥകളിലും കഥാഗദ്യങ്ങളിലും നമുക്ക് നല്ലപോലെ കാണാൻ കഴിയും. ഈ പറയുന്ന മൗനം, അതായത് വാക്കുകളുടെ പിശുക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തന്നെ കാണാമോ? കാരണം അദ്ദേഹം ഒട്ടും വാചാലനല്ലാത്ത ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. വാചാലനല്ലാത്ത എഴുത്തുകാരനാണ് അദ്ദേഹം. ജീവിതത്തിലും വാചാലനായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ബഷീറൊക്കെ ആയിട്ട് ചേർന്ന് പണ്ട് കളിക്കുമ്പോൾ അന്ന് മദ്യപിക്കുമായിരുന്നു. അന്ന് ധാരാളം വാക്കുകൾ വെറുതെ ഒപ്പിക്കുന്നത് കാണാം. അത് തന്നെ ഇത്തിരി ലഹരി പിടിക്കുമ്പോൾ ചെയ്യുന്നതാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ വർത്തമാനത്തിലും മിതമായി വർത്തമാനം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അധികം വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നില്ല. സാനു മാസ്റ്റർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ അറിയുന്ന ഒരാളെന്ന നിലയിൽ, അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് വളരെ ചുരുക്കം വാക്കുകളിലൂടെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് മലയാളികൾക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ ജീവി തന്നെയായിരുന്നു. വ്യക്തി എന്ന രീതിയിൽ രാഷ്ട്രീയ വീക്ഷണമുള്ള വ്യക്തിയായിരുന്നു. ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനം ഒന്ന്, സ്വാതന്ത്ര്യം, എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതിന് ഗവൺമെൻറ് നിയന്ത്രണം ചെലുത്താൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തേത്. അതുപോലെ ഏത് പ്രമേയം സ്വീകരിക്കണം, ഏത് പ്രമേയത്തെക്കുറിച്ച് എങ്ങനെ കഥ എഴുതണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എഴുത്തുകാരൻ്റേതാണ്, ഭരണകൂടത്തിൻ്റേതല്ല, സംഘടനയുടേതല്ല. ആ ഒരു വീക്ഷണം അദ്ദേഹത്തെ എല്ലാത്തിലുണ്ടായിരുന്നു, എല്ലായ്പ്പോഴും. പിന്നെ പൊളിറ്റിക്കൽ ലെവലിലും ജനാധിപത്യം പുലരണം. ജനാധിപത്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ എതിർക്കുകയും പക്ഷേ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് സഹിഷ്ണുത എന്ന് പറയാം. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാനു മാസ്റ്റർ, ഒരു സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഈ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ?
ചില കൃതികളിലുണ്ട്, ചില കൃതികളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പ്രയാസം വരും. അക്കൽ ദാമയിൽ പൂക്കൾ വിരിയുമ്പോൾ എന്ന കഥയിൽ ഈ പൊതുജീവിതത്തിലെ കാപട്യം അദ്ദേഹം തുറന്നു കാണിക്കുന്നുണ്ട്. അതൊരു പ്രവർത്തകൻ്റെ ചുമതലയാണ്, പൊതുജീവിതത്തിലെ കാപട്യം കാണിക്കുക എന്നുള്ളത്. അതുപോലെ പണത്തിന് വേണ്ടി പോയി സ്വജീവിതത്തിൻ്റെ സുഖം നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. ഈ പണമാണല്ലോ രാഷ്ട്രീയത്തിലൊക്കെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ചൂഷണം എന്ന് പറയുന്ന ഭരണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ അനേകം കഥകളിൽ ആവിഷ്കൃതമാകുന്നത് കാണാം. ശരി, നന്ദി സാനു മാസ്റ്റർ, ഇത്രയും MT കുറിച്ച് സംസാരിച്ചതിന്.